2009 ഇറങ്ങിയ രസകരമായ ഒരു സയൻസ് ഫിക്ഷൻ ഡിസാസ്റ്റർ സിനിമയാണ് ഇംപാക്ട്. ഒരു ആസ്ട്രോയിഡ് വന്ന് ചന്ദ്രനിൽ പതിക്കുന്നതും അത് കാരണം ചന്ദ്രന്റെ ഓർബിറ്റ് മാറി ഭൂമിയുമായിട്ട് വന്ന് കൂട്ടിയിടിക്കാൻ പോകുന്നതും അതിനെ കുറെ പേര് ചേർന്ന് തടയാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. കഥയുടെ തുടക്കത്തിൽ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാവരും ആകാശത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ഒരു മെറ്റിയോർ ഷവറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ചെറിയ ചെറിയ ഒരുപാട് പാറകഷ്ണങ്ങൾ ഒരേ സമയത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതാണ് മെറ്റിയോർ ഷവർ. എല്ലാ പാറകഷ്ണങ്ങളും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൂർണ്ണമായും കത്തി നശിച്ചു പോകും. അതുകൊണ്ട് ഇതൊരു പ്രശ്നമൊന്നുമല്ല. മെറ്റിയോർ ഷവർ കാണാൻ നല്ല രസമായിരിക്കും. മെറ്റിയോർ ഷവർ സാധാരണ എപ്പോഴും സംഭവിക്കുന്നതാണ്. എന്നാൽ ഇന്ന് വരാൻ പോകുന്നത് 10,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന മെറ്റിയോർ ഷവറാണ്. ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കാണണമെങ്കിൽ വീണ്ടും 10,000 വർഷങ്ങൾ കഴിയണം. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും ഈ വിസ്മയം കാണാൻ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും മുഴുവൻ ഈ വാർത്ത തന്നെയാണ്. അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാനാണ് എല്ലാ ന്യൂസ് ചാനലുകളും വന്ന് നിൽക്കുന്നത്. ടെലിസ്കോപ്പുകളും ഒബ്സർവേറ്ററുകളും ഒക്കെ ഉപയോഗിച്ച് സയന്റിസ്റ്റുകളും ഈ മെറ്റിയോർ ഷവറിനെ നിരീക്ഷിക്കുന്നുണ്ട്. മെറ്റിയോർ ഷവറിലുള്ള കല്ലുകളെല്ലാം എത്രത്തോളം വലുതാണ്, അവയുടെ ഓർബിറ്റുകളൊക്കെ എങ്ങനെയാണ്, അവ എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്, അങ്ങനെ എല്ലാം തന്നെ സയന്റിസ്റ്റുകൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ മെറ്റിയോർ ഷവറിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ജനങ്ങളൊക്കെ പുറത്തിറങ്ങി ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അതിലൊരാളാണ് അലക്സ്. അവന് 2 മക്കളുണ്ട്, ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും. പപ്പാ, ഈ മെറ്റിയോർ ഷവർ എപ്പോഴാ വരുന്നേ എന്നും പറഞ്ഞ് ചെക്കൻ ആവേശത്തോടെ ടെലിസ്കോപ്പിലൂടെ നോക്കുകയാണ്. നീ പേടിക്കാതെ, മെറ്റിയോർ ഷവർക്ക് ഇപ്പൊ വരുമെന്ന് അലക്സ് പറഞ്ഞു. അലക്സിന്റെ വൈഫ് പണ്ടേ മരിച്ചുപോയി. ഇപ്പോൾ അലക്സും അവന്റെ അങ്കിളും പിന്നെ പിള്ളേരുമാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. അലക്സിന്റെ വീട്ടിനടുത്തുള്ള അയൽവാസി, എടാവേ എപ്പോഴാടാ ഇത് വരുന്നേ, നിന്റെ വാക്കും കേട്ട് നമ്മൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി എന്ന് അലക്സിനോട് ചോദിച്ചു. നിങ്ങളൊന്ന് സമാധാനപ്പെട്, അതിപ്പോ വരുമെന്ന് അലക്സ് പറഞ്ഞു തീരുന്നതിന് മുന്നേ പെട്ടെന്ന് ആകാശത്തിൽ മെറ്റിയോർ ഷവർ തുടങ്ങി. മെറ്റിയോർസ് വളരെ വേഗത്തിൽ ആകാശത്തിലൂടെ പാഞ്ഞു. ബാക്ക്ഗ്രൗണ്ടിൽ ചന്ദ്രനും കൂടെ ആയപ്പോൾ അത് കാണാൻ വളരെ മനോഹരമായി. ഈ മനോഹരമായ കാഴ്ച ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കാണുന്നുണ്ട്. അതിലൊരാളാണ് റോളണ്ട്. അവന്റെ ഗേൾഫ്രണ്ട് മാർട്ടീനയും അവന്റെ കൂടെയുണ്ട്. ഇനി എന്നാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് മാർട്ടീന ചോദിച്ചു. അപ്പോൾ എനിക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മാരേജ് നടത്താൻ സമയം കിട്ടണ്ടേ, എപ്പോഴും എന്തെങ്കിലും ജോലി വന്ന് ഉണ്ടേയിരിക്കുമെന്ന് റോളണ്ട് പറഞ്ഞു. റോളണ്ട് ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് റിസർച്ചിന്റെ ഭാഗമായിട്ട് അവൻ എപ്പോഴും ബിസി ആയിരിക്കും. ഈ ലോകം അവസാനിക്കുമ്പോഴെങ്കിലും നമ്മുടെ മാരേജ് നടക്കുമോ എന്തോ എന്ന് മാർട്ടിന തമാശയായിട്ട് ചോദിച്ചു. എല്ലാം ശരിയാകും, തൽക്കാലം നമുക്ക് ഈ മനോഹരമായ മെറ്റിയോർ ഷവർ കാണാമെന്ന് റോളണ്ട് പറഞ്ഞു. ഈ സമയം അമേരിക്കൻ സയൻസ് ഒബ്സർവേറ്ററിയിൽ ജോലി ചെയ്യുന്ന മാഡിയും അവളുടെ അസിസ്റ്റന്റും മെറ്റിയോർ ഷവറിന്റെ ഡാറ്റയിൽ എന്തോ ദുരൂഹത കണ്ടു. മെറ്റിയോർ ഷവറിൽ എന്തോ മറിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ഡാറ്റ കാണിക്കുന്നത്. അതെന്താണെന്ന് രണ്ടുപേരും കൂടെ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. മെറ്റിയോർ ഷവറിനിടയിൽ ഒരു വലിയ ഉൽക്കയുമുണ്ട്. അത് മെറ്റിയോർ ഷവറിൽ നിന്നും കുറച്ച് മാറിയാണ് വരുന്നത്. അത് കാരണം ഉടൻ തന്നെ അത് ചന്ദ്രനിൽ വന്ന് പതിക്കും. ഈ ഉൽക്കയെ അലക്സിന്റെ മകനും ശ്രദ്ധിച്ചു. ചന്ദ്രന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ വലിയ വസ്തു എന്താണെന്ന് അവൻ കൗതുകത്തോടെ അലക്സിനോട് ചോദിച്ചു. അപ്പോഴാണ് അലക്സും അത് ശ്രദ്ധിക്കുന്നത്. മെറ്റിയോർ ഷവറിൽ അത് മാത്രമാണ് ഏറ്റവും നന്നായിട്ട് തിളങ്ങുന്നത്. അതെന്താണ് അത്രയും തിളങ്ങുന്നതെന്നും മകന് സംശയം തോന്നി. അത് വളരെ വലിയൊരു ഉൽക്കയായിരിക്കും. വലിപ്പം കൂടുതലായതുകൊണ്ട് അതിനെ കൂടുതൽ സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അത് ഇത്രയും തിളങ്ങുന്നതെന്ന് അലക്സ് പറഞ്ഞു കൊടുത്തു. ഇത് റോളണ്ടും കാണുന്നുണ്ടായിരുന്നു. റോളണ്ട് നിന്ന് അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ എന്തു പറ്റിയെന്ന് മാർട്ടിന ചോദിച്ചു. പക്ഷെ അവൻ ഒന്നും മിണ്ടാതെ ഷോക്കായി നിൽക്കുകയാണ്. ഒബ്സർവേറ്ററിയിലുള്ള മാഡിയും അവളുടെ അസിസ്റ്റന്റും ആ ഉൽക്കയെ മുഴുവൻ അനലൈസ് ചെയ്ത് നോക്കി. അതിന് ഏകദേശം 19 കിലോമീറ്റേഴ്സ് ഡയമീറ്റർ ഉണ്ട്. ഡൈനോസേഴ്സിനെ മുഴുവൻ നശിപ്പിച്ച ആസ്ട്രോയിഡിന് പോലും ഏതാണ്ട് 10 കിലോമീറ്റേഴ്സ് വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനേക്കാൾ 2 മടങ്ങോളം വലുതാണ് ഈ വരുന്ന ഉൽക്ക. ഭൂമിയുടെ നേർക്ക് വരുന്ന ആസ്ട്രോയിഡുകളെ നമ്മുടെ ടെക്നോളജികൾ വെച്ച് നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും വേണമെങ്കിൽ നശിപ്പിച്ചു കളയാനും പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഇത് മെറ്റിയോർ ഷവറിനിടയിലെ ആയിരക്കണക്കിന് ചെറിയ കല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സയന്റിസ്റ്റുകൾക്ക് ഇതിനെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തത്. അതുമാത്രമല്ല, ഇതിപ്പോൾ ഒരുപാട് അടുത്തു വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നശിപ്പിക്കാനുള്ള സമയം ഒട്ടും തന്നെയില്ല. കാരണം അതിപ്പോൾ തന്നെ ചന്ദ്രനിൽ വന്ന് ഇടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആസ്ട്രോയിഡ് വളരെ വേഗത്തിൽ വന്ന് ചന്ദ്രനിൽ പതിച്ചു. ആ ഇമ്പാക്ട് കാരണം ചന്ദ്രനിൽ വലിയൊരു വിസ്ഫോടനം സംഭവിച്ചു. വന്ന് പതിച്ച സ്ഥലത്തിൽ വലിയൊരു വിള്ളലും വീണു. ഇതൊക്കെ ലോകം മുഴുവൻ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ കാണുന്നതൊക്കെ വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് അത്ഭുതത്തോടെ ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ പറയുകയാണ്. ആസ്ട്രോയിഡ് വന്നിടിച്ചതിന്റെ ആഘാതത്തിൽ ചന്ദ്രനിൽ നിന്നും കുറെ പാറക്കഷ്ണങ്ങൾ പൊടിഞ്ഞ് അതെല്ലാം നേരെ ഭൂമിയെ നോക്കി വരാൻ തുടങ്ങി. ജനങ്ങളെല്ലാം ഇത്രയും വേഗം സുരക്ഷാ താവളങ്ങളിലേക്ക് പോകാൻ ന്യൂസ് ചാനലുകളൊക്കെ അറിയിപ്പുകൾ കൊടുത്തു. ജനങ്ങളെല്ലാം ആകെ പരിഭ്രാന്തി പിടിച്ചോടുകയാണ്. അധികം വൈകാതെ തന്നെ പാറക്കഷ്ണങ്ങൾ ഭൂമിയിൽ വന്ന് പതിക്കാൻ തുടങ്ങി. അത് കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി.
അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും മാഡിക്ക് കോൾ വന്നു. അപ്പോൾ മെറ്റിയോർ ഷവറിനിടയിൽ ആസ്ട്രോയിഡ് മറഞ്ഞിരുന്ന കാര്യവും അത് വന്ന് ചന്ദ്രനിൽ പതിച്ചതും അങ്ങനെ സംഭവിച്ചതെല്ലാം തന്നെ മാഡി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ഇനി പല വിപത്തുകളും ഭൂമിയിൽ സംഭവിക്കുമെന്നും മാഡി പറഞ്ഞു. റോളണ്ട് മാർട്ടിനെയും മുകളിലൂടെ ചന്ദ്രന്റെ കഷ്ണങ്ങൾ പോകുന്നതൊക്കെ കണ്ട് ഭയന്ന് നിൽക്കുകയാണ്. ശേഷം മാഡിയും അസിസ്റ്റന്റും മറ്റൊരു കാര്യവും കൂടെ മനസ്സിലാക്കി. ആസ്ട്രോയിഡ് പതിച്ച സ്ഥലത്തിൽ നിന്നും ഇപ്പോൾ വളരെ വലിയൊരു കഷ്ണം പിളർന്നു മാറിയിരിക്കുകയാണ്. അധികം വൈകാതെ അത് ഭൂമിയിൽ വന്ന് പതിക്കും. അത് വന്ന് ഭൂമിയിൽ പതിച്ചാൽ അതിന് ഹിരോഷിമയിൽ വീണ ബോംബിന്റെ 3 മടങ്ങ് ശക്തിയുണ്ടായിരിക്കും. അത്രയും വലിയൊരു വിപത്തിൽ ദശലക്ഷക്കണക്കിന് പേരുടെ ജീവൻ നഷ്ടമാകും. എന്നാൽ ഭാഗ്യവശാൽ അത് വന്ന് പതിച്ചത് സമുദ്രത്തിലായിരുന്നു. അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതിയപ്പോഴാണ് അത് വന്ന് പതിച്ച സ്ഥലത്തിൽ നിന്നും എല്ലാ വശങ്ങളിലേക്കും വളരെ വലിയ സുനാമികൾ ഉണ്ടായത്. ഈ ഗംഭീരമായ സുനാമികൾ കാരണം തീരപ്രദേശങ്ങളിലെ ഒരുപാട് സിറ്റികൾ മുഴുവൻ നശിച്ചു. അന്ന് രാത്രി അലക്സ് അവന്റെ പിള്ളേരെ ഉറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ചന്ദ്രനിൽ ആസ്ട്രോയിഡ് വന്ന് പതിച്ചത് കാരണം ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് പെൺകുട്ടി അലക്സിനോട് ചോദിച്ചു. അതൊന്നും വലിയ പ്രശ്നമല്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് കുട്ടികളെ അവൻ സമാധാനപ്പെടുത്തി. രണ്ടുപേരെയും ഉറക്കിയ ശേഷം അവൻ ഹോളിലേക്ക് വന്നപ്പോൾ അവിടെ അങ്കിൾ ന്യൂസ് കാണുകയായിരുന്നു. ഇമ്പാക്ട് കാരണമുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ന്യൂസ് ചാനലുകൾ എപ്പോഴും പറയുന്നുണ്ട്. ഈ സമയം ഇനിയും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആലോചിച്ച് അമേരിക്കൻ ഗവൺമെന്റ് മുഴുവൻ വലിയ ടെൻഷനിലാണ്. അപ്പോഴാണ് ശാസ്ത്രജ്ഞർ ഗവൺമെന്റിന് ഒരു പുതിയ മുന്നറിയിപ്പ് കൊടുത്തത്. ചന്ദ്രൻ ഇപ്പോൾ അതിന്റെ ഓർബിറ്റിൽ നിന്നും കുറച്ച് മാറി ഭൂമിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. കുറച്ചെന്ന് വെച്ചാൽ ഏതാണ്ട് 30,000 കിലോമീറ്റർ. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുന്നതിനനുസരിച്ച് ഇനി ഭാവിയിൽ ചന്ദ്രൻ വീണ്ടും കൂടുതൽ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ട അമേരിക്കൻ ഗവൺമെന്റ് മുഴുവൻ പരിഭ്രാന്തിയിലായി. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന വിവരങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് ഒഫീഷ്യൽസിന് മാത്രമേ അറിയൂ. പൊതുജനങ്ങളിൽ ഈ വാർത്ത ഇതുവരെ എത്തിയിട്ടില്ല. അടുത്ത ദിവസം അലക്സ് ജോലിക്ക് പോകാൻ തയ്യാറായി. അവനൊരു പ്രൊഫസറാണ്. പക്ഷെ പണ്ട് അവനൊരു സയന്റിസ്റ്റ് ആയിരുന്നു. തന്റെ ഭാര്യയുടെ മരണശേഷമാണ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും ടിവിയിൽ മാഡിയുടെ ഇന്റർവ്യൂ അലക്സ് കാണാനിടയായി. ജനങ്ങൾ പരിഭ്രാന്തരാകാതിരിക്കാൻ വേണ്ടി ചില വിഷയങ്ങളെ മറച്ചുവെച്ച് ഇതൊന്നും ഒരു വലിയ പ്രശ്നമേ അല്ല എന്ന രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. പക്ഷെ പണ്ടൊരു സയന്റിസ്റ്റ് ആയിരുന്നതുകൊണ്ട് എന്തോ വലിയൊരു പ്രശ്നം ഗവൺമെന്റ് മനഃപൂർവ്വം മറയ്ക്കുകയാണെന്ന് നമ്മുടെ അലക്സിന് മനസ്സിലായി. ടിവിയിൽ മാഡിയെ കണ്ടിട്ട് ഒരുത്തൻ മാഡിയെ വിളിച്ചു. അവൻ മാഡിയുടെ എക്സ് ഹസ്ബൻഡാണ്. ജോൺ എന്നാണ് അവന്റെ പേര്. പണ്ടേ തന്നെ ഇവര് ഡിവോഴ്സ് വാങ്ങി അടിച്ചു പിരിഞ്ഞു. ഇവനൊരു വലിയ മീഡിയയിൽ ജോലി ചെയ്യുന്നവരാണ്. അവളിലൂടെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും രഹസ്യം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചത്. പക്ഷെ മാഡി ഓൾറെഡി ആകെ ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് അവൾ കൂടുതലൊന്നും സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്തു. ശേഷം ഇമ്പാക്ട് കാരണം ലോകത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് മാഡിയും ടിവിയിലൂടെ കാണുകയായിരുന്നു. എല്ലാം കണ്ട് ആകെ വിഷമത്തിലായ മാഡി എങ്ങനെയെങ്കിലും ചന്ദ്രനിൽ നിന്നും ഭൂമിയെയും മനുഷ്യരെയും സംരക്ഷിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ചു. ഇവിടെ അലക്സും കുട്ടികളും ഒരു ബേസ്ബോൾ മാച്ച് കളിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ മാഡി അലക്സിനെ ഫോൺ ചെയ്തു. കാരണം അലക്സ് വളരെ കഴിവുള്ള ഒരു സയന്റിസ്റ്റ് ആണെന്ന് അവൾക്കറിയാം. അവന്റെ സഹായം ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയിട്ടാണ് അവൾ അവനെ വിളിച്ചത്. പക്ഷെ അലക്സ് പറയുന്നത്, ഞാൻ ആ ജോലിയൊക്കെ വിട്ടിട്ട് കുറെ കാലങ്ങളായി. ഇപ്പോൾ ഞാൻ എന്റെ മകന്റെ ബേസ്ബോൾ മാച്ചിലാണ്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് സിഗ്നൽ കട്ടായി. അത് നോർമലായിട്ട് കട്ടായതല്ല, എന്തോ ഡിസ്റ്റർബൻസ് കാരണമാണ് കട്ടായത്. ആ സമയത്തിൽ ബേസ്ബോൾ ഗ്രൗണ്ടിന് സമീപം കെട്ടിയിരുന്ന വേലിയിൽ പെട്ടെന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടായി മുഴുവൻ തീപ്പൊരി ചിതറാൻ തുടങ്ങി. അതിൽ തൊടുന്നവർക്ക് ഷോക്ക് അടിക്കുകയും ചെയ്തു. വയറും കറണ്ടും ഒന്നും തന്നെ വേലിയിൽ കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിലെങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എന്നോർത്ത് എല്ലാവരും ആകെ കൺഫ്യൂഷനിലായി. ഇതിവിടെ ബേസ്ബോൾ ഗ്രൗണ്ടിൽ മാത്രമല്ല സംഭവിക്കുന്നത്, ലോകം മുഴുവൻ ഈ വിരോധാഭാസം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി വന്ന ഇലക്ട്രിസിറ്റി കാരണം ഷോക്ക് അടിച്ച് ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഇതൊക്കെ വാർത്തയിൽ കണ്ടുനിന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ് എല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിന്നു. ഈ സമയം റോളണ്ട് മാർട്ടിനെയും ഒരു റെസ്റ്റോറന്റിലായിരുന്നു. അപ്പോൾ റോളണ്ടിനൊരു ഫോൺ കോൾ വന്നു. ചന്ദ്രനിൽ നിന്നും ഭൂമിയിൽ വന്ന് പതിച്ച കഷ്ണങ്ങളിൽ ഒരു ചെറിയ കഷ്ണം നമുക്ക് കിട്ടിയെന്നും എത്രയും വേഗം അതിൽ പഠനങ്ങൾ നടത്തണമെന്നും ഫോണിലൂടെ അവന്റെ ഫ്രണ്ട് പറഞ്ഞു. കോൾ വന്നപ്പോൾ തന്നെ ഇവൻ എന്നെ ഇവിടെ ഇട്ടിട്ട് പെട്ടെന്ന് റിസർച്ച് എന്നും പറഞ്ഞ് പോകുമെന്ന് മാർട്ടിനയ്ക്ക് മനസ്സിലായി. അവൾ വിചാരിച്ചതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞ് അവൻ വേഗം റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങി. അവൻ പോകുന്നതിന് മുന്നേ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് നീ മറക്കല്ലേ എന്ന് മാർട്ടിനെ അവനോട് പറഞ്ഞു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ വേഗം ലാബിലേക്ക് ഓടി. എന്നിട്ട് മണിക്കൂറുകളോളം പാറകഷ്ണത്തിനെ പഠിച്ചു. അങ്ങനെ ഒരുപാട് വൈകിയപ്പോഴാണ് അവൻ ഒരു കാര്യം ഓർക്കുന്നത്. എന്താണെന്നാൽ ഇന്ന് അവന്റെ കല്യാണമായിരുന്നു. അവൻ പെട്ടെന്ന് പള്ളിയിലേക്ക് ഓടി. പക്ഷെ പള്ളിയിലെത്തിയപ്പോൾ ഒരുപാട് വൈകിയതിനാൽ കല്യാണമൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞിരുന്നു. മാർട്ടിന വളരെ വിഷമത്തോടെ അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്.
റോളണ്ട് വന്ന് സോറിയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവൻ നശിച്ചാലും നീ എന്നെ കല്യാണം കഴിക്കില്ലെന്ന് മാർട്ടീന സങ്കടത്തോടെ പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ ജോലി തിരക്കിലായി പോയെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ജോലി നോക്കാൻ മാത്രമേ നേരമുള്ളൂ, നമ്മളെ ശ്രദ്ധിക്കാൻ ഒരിക്കലും സമയം കണ്ടെത്തില്ലല്ലോ എന്ന് മാർട്ടീന പറഞ്ഞു. അതെന്താ നീ ഞങ്ങളെന്ന് പറഞ്ഞേ, നീ ഒരാളല്ലേ ഉള്ളൂ എന്ന് കൗതുകത്തോടെ റോളണ്ട് ചോദിച്ചു. അപ്പോഴാണ് താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം മാർട്ടീന റോളണ്ടിനെ അറിയിക്കുന്നത്. അത് കേട്ടപ്പോൾ റോളണ്ടിന് ഭയങ്കര സന്തോഷമായി. അവൻ ത്രില്ലടിച്ച് ഉറക്കെ ചിരിച്ചു. അത് കേട്ട് അടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇവനെന്താ പ്രാന്ത എന്ന രീതിയിൽ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഒരു സ്കൂൾ ടീച്ചർ കുട്ടികളെയും കൂട്ടി കാട്ടിൽ ട്രക്കിങ്ങിന് വന്നപ്പോൾ ചന്ദ്രനിൽ നിന്നും വന്ന പാറക്കഷ്ണങ്ങൾ പതിച്ചുണ്ടായ ഒരു വലിയ ക്രേറ്റർ കണ്ടിട്ട് ആ വിവരം റോളണ്ടിനെ വിളിച്ചറിയിച്ചു. അങ്ങനെ റോളണ്ട് സ്ഥലത്തെത്തി പരിശോധിച്ചു. വന്ന് പതിച്ച കല്ലും ക്രേറ്ററിന്റെ നടുക്കുണ്ടായിരുന്നു. ക്രേറ്റർ വലുതാണെങ്കിലും ആ കല്ല് തീരെ ചെറുതാണ്. റോളണ്ട് അതിനെ ചെന്ന് എടുക്കാൻ നോക്കി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അതെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ടീച്ചറിനോട് ഈ കല്ല് ഇളക്കിയെടുക്കാൻ എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചെറിയ പിക്കാക്സ് പോലത്തെ ഒരു ടൂൾ പുറത്തെടുത്തതും അത് പെട്ടെന്ന് ചെന്ന് കല്ലിലൊട്ടിയിരുന്നു. അപ്പോഴാണ് റോളണ്ടിന് ഒരു കാര്യം മനസ്സിലായത്. അതായത് ഈ കല്ലിന്റെ മാഗ്നറ്റിക് പവറും ഗ്രാവിറ്റിയും വളരെ വളരെ കൂടുതലാണ്. ഈ സമയം അലക്സിനെ നേരിട്ട് കാണാൻ മേഡി യൂണിവേഴ്സിറ്റിയിൽ വന്നു. അവൾ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ റോളണ്ട് മേഡിയെ വിളിച്ചു. അവൾ ഫോൺ സ്പീക്കറിലിട്ടു. അങ്ങനെ 3 പേരും കൂടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓൾറെഡി ഇവര് പണ്ട് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണെന്ന കാര്യം അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും. റോളണ്ടും അലക്സും പരസ്പരം സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ശേഷം നീ ചന്ദ്രന്റെ പാറക്കഷ്ണം നോക്കി പോയിരുന്നതല്ലേ, അതെന്തായെന്ന് മേഡി റോളണ്ടിനോട് ചോദിച്ചു. അപ്പോൾ ഇത് ചന്ദ്രന്റെ കഷ്ണമല്ല, മറിച്ച് ചന്ദ്രനിൽ വന്ന് പതിച്ച ആസ്ട്രോയിഡിന്റെ കഷ്ണമാണെന്ന് റോളണ്ട് പറഞ്ഞു. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു ബ്രൗൺ ഡ്വാർഫിന്റെ പീസ് ആണെന്നും റോളണ്ട് വലിയ ആശ്ചര്യത്തോടെ പറഞ്ഞു. അതായത് ചന്ദ്രനിൽ വന്ന് പതിച്ചത് ശരിക്കും ഒരു ബ്രൗൺ ഡ്വാർഫിന്റെ കഷ്ണമായിരുന്നു. അത് കേട്ടപ്പോൾ അലക്സും മേഡിയും അത്ഭുതപ്പെട്ടു. എന്തെന്നാൽ ബ്രൗൺ ഡ്വാർഫുകൾ എന്നത് ശരിക്കും വളരെ വലിയ ഗ്രഹങ്ങളാണ്. അതും സാധാരണ ഗ്രഹങ്ങളല്ല, നക്ഷത്രങ്ങളാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ഗ്രഹങ്ങളാണ്. നമ്മുടെ ജൂപ്പിറ്റർ പോലും ഒരു ബ്രൗൺ ഡ്വാർഫിന്റെ മുന്നിൽ കുഞ്ഞു ഗ്രഹമായിരിക്കും. അത്രയും വലിയ ഗ്രഹങ്ങളായതിനാൽ അവയ്ക്ക് മാസും ഗ്രാവിറ്റിയും ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. അത്തരം ഒരു ബ്രൗൺ ഡ്വാർഫിൽ നിന്നുമാണ് ഈ പാറക്കഷ്ണം വന്നതെന്ന് റോളണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിന് തീരെ വലിപ്പം കുറവായിരുന്നിട്ടും അത് വന്ന് പതിച്ചയിടത്ത് വലിയ ക്രേറ്റർ ഉണ്ടായതും അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഒരുപാട് കൂടുതലുള്ളത്. അതുമാത്രമല്ല, ഈ പാറക്കഷ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് വന്ന ബ്രൗൺ ഡ്വാർഫിന് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 100 മടങ്ങ് മാസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാരവും കൂടുതലാണ്. ഈ കഷ്ണത്തിന് ഏതാണ്ട് ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ. സാധാരണഗതിയിൽ അത്രയും വലിപ്പത്തിലുള്ള ഒരു കല്ലെടുത്താൽ അങ്ങേയറ്റം പോയാൽ അതിനൊരു 1/2 കിലോ ഭാരമുണ്ടായിരിക്കും. എന്നാൽ ഈ പാറക്കഷ്ണത്തിന് ഏതാണ്ട് 10 ടൺ വെയിറ്റ് ഉണ്ട്. വലിയ ക്രെയിനൊക്കെ വെച്ചാണ് നമ്മൾ ഈ ചെറിയ കല്ല് അവിടെ നിന്നും എടുത്തത്. അങ്ങനെ എല്ലാ വിവരങ്ങളും റോളണ്ട് പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ടപ്പോൾ അലക്സ് ആകെ ടെൻഷനിലായി. എന്തെന്നാൽ ഇത്രയും ചെറിയൊരു കല്ലിന് മാത്രം ഇത്രയേറെ ഭാരമുണ്ടെങ്കിൽ ചന്ദ്രനിൽ കിടക്കുന്ന 19 കിലോമീറ്റർ ഡയമീറ്റർ ഉള്ള ഭീമൻ കല്ലിന് എത്രമാത്രം ഭാരമുണ്ടായിരിക്കും. അത്രയും ഭാരമുള്ള ഒരു വസ്തുവെന്ന് ഭൂമിയിൽ പതിച്ചാൽ തീർച്ചയായും അത് ലോകാവസാനം തന്നെ. ഭൂമിയിൽ പതിക്കാതെ അത് ചന്ദ്രനിൽ തന്നെ കിടന്നാലും അതും വലിയൊരു പ്രശ്നമാണ്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി കൊണ്ടാണ് നേരത്തെ ലോകം മുഴുവൻ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടായി കുറെ പേര് ഷോക്ക് അടിച്ച് മരിച്ചത്. ഇത്രയും മാസുള്ള ഒരു വസ്തു ചന്ദ്രനിലുണ്ടെങ്കിൽ ചന്ദ്രൻ ഇനിയും കൂടുതൽ ഭൂമിയുടെ അടുത്തോട്ട് വരും. അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് കൂടുതൽ തീവ്രമായിട്ട് ഷോക്ക് അടിക്കുകയും മറ്റു പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അലക്സ് വിവരിക്കുന്നതിനിടയിൽ മാഡിയുടെ അസിസ്റ്റന്റ് വിളിച്ചു. ആദ്യം വെറും 30,000 കിലോമീറ്റർ അടുത്തോട്ട് വന്ന ചന്ദ്രൻ ഇപ്പോൾ 90,000 കിലോമീറ്റർ അടുത്തോട്ട് വന്നുവെന്ന് അസിസ്റ്റന്റ് അറിയിച്ചു. ഇതേ രീതിയിൽ അടുത്തോട്ട് വന്നുകൊണ്ടിരുന്നാൽ ഇനിയും ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ചന്ദ്രൻ വന്ന് ഭൂമിയിൽ പതിക്കും. അത് കേട്ടപ്പോൾ എല്ലാവരും പകച്ചുപോയി. അടുത്ത ദിവസം ഈ വിഷയത്തിനെ കുറിച്ചൊരു വിശദമായ റിപ്പോർട്ട് മാഡി US പ്രസിഡന്റിന് നൽകി. അത് കേട്ട പ്രസിഡന്റും ശരിക്കും ഭയന്നുപോയി. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും മികച്ച സയന്റിസ്റ്റുകളെ എല്ലാം ഒന്നിച്ചുകൂട്ടി എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പ്രസിഡന്റ് മാഡിയോട് പറഞ്ഞു. അങ്ങനെ മാഡി റോളണ്ടിനെയും അലക്സിനെയും വിളിച്ചിട്ട് ലാബിലേക്ക് വരാൻ പറഞ്ഞു. ശേഷം ഇത് ലോകത്തിനെ രക്ഷിക്കുന്ന ഒരു പ്രശ്നമാണ്, എനിക്കിതിനെ പോയേ പറ്റൂ, ഞാൻ വരുന്നതുവരെ നീ സേഫ് ആയിട്ടിരിക്കണമെന്നും പറഞ്ഞ് റോളണ്ട് മാർട്ടിനയോട് യാത്ര ചോദിച്ചു. അതുപോലെ അലക്സും കുട്ടികളോട് ഗുഡ് ബൈ പറഞ്ഞു. അങ്കിളിനോട് കുട്ടികളെ സേഫ് ആയിട്ട് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് അലക്സ് ഇറങ്ങിയത്. ലാബിൽ വേറെയും നിരവധി സയന്റിസ്റ്റുകളുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പ്രശ്നം എന്താണെന്നാൽ ബ്രൗൺ ഡ്വാർഫിന്റെ 19 കിലോമീറ്റർ ഉള്ള കഷ്ണം ഇപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 100 മീറ്റർ ആഴത്തിലാണ് കിടക്കുന്നത്. സാധാരണ ആസ്ട്രോയിഡ് ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ ഇത് ബ്രൗൺ ഡ്വാർഫിന്റെ കഷ്ണമായതിനാൽ അതിന്റെ ഗ്രാവിറ്റിയും ചന്ദ്രന്റെ ഗ്രാവിറ്റിയും കൂടെ ചേരുമ്പോൾ അത് ഏതാണ്ട് നമ്മുടെ ഭൂമിയുടെ അത്ര ഗ്രാവിറ്റി ആകും.
ഇങ്ങനെ ചന്ദ്രന്റെ ഗ്രാവിറ്റി കൂടിയത് കാരണം അതിന്റെ ഓർബിറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ എലിപ്റ്റിക്കലായി മാറിയിട്ടുണ്ട്. എലിപ്റ്റിക്കൽ എന്ന് വെച്ചാൽ നീണ്ട ഓർബിറ്റാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രൻ ഭൂമിയുടെ ഒരുപാട് അടുത്തു വരും. ആ സമയങ്ങളിൽ വലിയ ശക്തമായ ഇലക്ട്രിക് സർജുകൾ ഉണ്ടാകും. ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ഒരുപക്ഷെ കേടാകാനുള്ള സാധ്യതയുണ്ട്. ചന്ദ്രൻ ഭൂമിയുടെ അടുത്ത് വരുമ്പോൾ ഭൂമിയുടെയും അതിന്റെയും മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് അടിച്ച് ജനങ്ങൾ മരിക്കുന്നത്. അതിനു പുറമെ വേറൊരു കാര്യം, ഭൂമിയുടെ ഗ്രാവിറ്റി കാരണമാണ് നമ്മൾ നിലത്ത് നിൽക്കുന്നത്. എന്നാൽ ചന്ദ്രൻ ഇങ്ങനെ അടുത്തോട്ട് വരുന്ന സമയത്തിൽ അതിന്റെ ഗ്രാവിറ്റി നമ്മളെ മുകളിലോട്ട് പിടിച്ച് വലിക്കും. അപ്പോൾ നമ്മൾ സീറോ ഗ്രാവിറ്റിയിലായിരിക്കും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ശാസ്ത്രജ്ഞർ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തു. ഈ വിഷയങ്ങളൊന്നും തന്നെ പുറം ലോകം അറിയാതെ എങ്ങനെയെങ്കിലും രഹസ്യമായിട്ട് തന്നെ നമുക്കിത് പരിഹരിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ പദ്ധതി. ഈ സമയത്തിൽ ജോണിനെ അവന്റെ ബോസ് വിളിച്ചു. ഗവൺമെന്റ് എന്തോ വലിയ രഹസ്യം മറയ്ക്കുന്നുണ്ട്, പക്ഷെ അവരൊന്നും തന്നെ പുറത്തു പറയുന്നില്ല. നിന്റെ എക്സ് വൈഫ് ഗവൺമെന്റ് ഒഫീഷ്യൽ ആണല്ലോ, അതുകൊണ്ട് നീ അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അവളിൽ നിന്നും നമുക്ക് ഗവൺമെന്റിന്റെ സീക്രട്സ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. ആ വിവരങ്ങൾ നമ്മുടെ ചാനലിലൂടെ പുറത്തുവിട്ടാൽ നമ്മുടെ ചാനൽ പിന്നെ വാനോളം ഉയരും. അതുകൊണ്ട് നീ അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ബോസ് ജോണിനോട് ആവശ്യപ്പെട്ടു. അതും കേട്ട് ജോൺ മാഡിയെ കാണാൻ നേരിട്ട് പോയി. അവൻ പല രീതിയിലും ചോദിച്ചെങ്കിലും അവൾ ഒന്നും തന്നെ പറഞ്ഞു കൊടുത്തില്ല. ശേഷം ലബോറട്ടറിയിൽ ഷോക്ക് അടിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അവിടെ മാത്രമല്ല, ചന്ദ്രൻ ക്രോസ് ചെയ്തു പോകുന്ന എല്ലായിടങ്ങളിലും ഇതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തിപ്പോവുകയും ഒപ്പം സീറോ ഗ്രാവിറ്റി അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരുത്തൻ സ്കൂട്ടറിൽ കയറി പോകാൻ തുടങ്ങിയതും സ്കൂട്ടർ പെട്ടെന്ന് പറക്കാൻ തുടങ്ങി. നടക്കുന്നവരും പറക്കാൻ തുടങ്ങി. ആൾക്കാരും വാഹനങ്ങളും ടേബിൾസും അങ്ങനെ നിലത്തുറപ്പിച്ച് വെച്ചിട്ടില്ലാത്ത എല്ലാം തന്നെ പറന്നുയർന്നു. ജനങ്ങളെല്ലാം ശരിക്കും അത്ഭുതപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ല. റോളണ്ട് മാർട്ടിനെ വിളിച്ച് നീ സേഫ് ആയിരിക്കണമെന്ന് പറഞ്ഞ് അവളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവളോട് രാവിലെ പോകണമെന്നാണ് റോളണ്ട് പറഞ്ഞിരുന്നത്. പക്ഷേ അവൾ രാത്രിയാണ് യാത്ര ചെയ്തത്. ആ സമയത്തിൽ ചന്ദ്രൻ അതുവഴി ക്രോസ് ചെയ്തു. പറന്നു പോകാതിരിക്കാൻ ആൾക്കാരൊക്കെ കണ്ണിൽ കണ്ട എന്തിലെങ്കിലും പിടിച്ചു നിൽക്കുകയാണ്. മാർട്ടിനെ യാത്ര ചെയ്യുന്ന ട്രെയിനും പെട്ടെന്ന് പറന്നുയരാൻ തുടങ്ങി. എന്ത് മാജിക്കാണ് സംഭവിക്കുന്നതെന്നോർത്ത് എല്ലാവരും ശരിക്കും പേടിച്ചു. ചന്ദ്രൻ പോയ ശേഷം ഗ്രാവിറ്റി വീണ്ടും പഴയതുപോലെയായി. അപ്പോൾ എല്ലാവരും തിരിച്ച് നിലത്ത് വന്ന് വീണു. ട്രെയിനും വന്ന് നിലത്ത് ക്രാഷ് ചെയ്തു. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി. ഭാഗ്യത്തിന് സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായതുകൊണ്ട് മാർട്ടിനയ്ക്കൊന്നും സംഭവിച്ചില്ല. ഈ സമയം അലക്സിന്റെ അങ്കിൾ ആണെങ്കിൽ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ചന്ദ്രൻ ഒരുപാട് അടുത്തു വന്നതുപോലെ അയാൾക്ക് തോന്നി. അത് കാണാൻ ഒരേ സമയം അതിശയവും ഭയാനകവുമായിരുന്നു. അലക്സിനെ വിളിക്കാമെന്ന് കരുതിയപ്പോൾ ഇലക്ട്രിക് സർജ് കാരണം ടവേഴ്സ് ഒക്കെ കത്തിപ്പോയതുകൊണ്ട് ഫോണിൽ സിഗ്നൽ ഒന്നും കിട്ടുന്നില്ല. ഈ സമയം സയന്റിസ്റ്റുകളൊക്കെ ഭയങ്കര ടെൻഷൻ പിടിച്ച് പല പഠനങ്ങൾ നടത്തുകയാണ്. എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നറിയാതെ എല്ലാവരും ഒരുപാട് വിഷമിക്കുകയായിരുന്നു. അതിനിടയിൽ റോളണ്ട് ഒരു കാര്യം പറഞ്ഞു. നേരത്തെ ചന്ദ്രൻ ഏതാനും ചില മാസങ്ങൾ കൊണ്ട് ഭൂമിയിൽ പതിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ ശരിക്കും നമ്മുടെ പക്കൽ അത്രയും സമയമില്ല. ചന്ദ്രൻ ഓരോ തവണ ഭൂമിയെ വലം വയ്ക്കുമ്പോഴും അതിന്റെ വേഗത കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചന്ദ്രൻ വന്ന് ഭൂമിയിൽ പതിക്കും. അത് കേട്ടപ്പോൾ എല്ലാവർക്കും കൂടുതൽ ടെൻഷനായി. കുറച്ചു കഴിഞ്ഞ് മക്കൾ സേഫ് ആണോ എന്നറിയാൻ അലക്സ് അങ്കിളിനെ വിളിച്ചു നോക്കി. എന്നാൽ സിഗ്നലുകളെല്ലാം കട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി അങ്കിൾ പുറത്തുപോയി. കൂടെ കുട്ടികളുമുണ്ട്. റോഡിലൂടെ പോകുന്നതിനിടയിൽ ദൂരെയുള്ള വാഹനങ്ങളും വസ്തുക്കളുമൊക്കെ ആകാശത്തിലേക്ക് പറന്നുയരുന്നത് കണ്ടു. അധികം വൈകാതെ അവർക്ക് സമീപമുള്ള വസ്തുക്കളും പറക്കാൻ തുടങ്ങി. രക്ഷപ്പെടാൻ വേണ്ടി അയാൾ പെട്ടെന്ന് വണ്ടി വളരെ വേഗത്തിൽ ഓടിച്ചു. പക്ഷെ അവരുടെ കാറും പറക്കാൻ തുടങ്ങി. കപ്പലുകൾ പോലും പറന്നുയരുന്നത് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ചന്ദ്രൻ പോയ ശേഷം പറന്നുയരുന്ന വാഹനങ്ങളെല്ലാം തിരിച്ച് തറയിൽ വന്നു വീണു. അങ്ങനെ ക്രാഷായി ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. പക്ഷെ ഭാഗ്യത്തിന് നേരത്തെ പറഞ്ഞതുപോലെ കഥയുടെ പ്രധാന കഥാപാത്രങ്ങളായതുകൊണ്ട് അങ്കിളും കുട്ടികളും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. വാർത്താ ചാനലുകളിലെല്ലാം ഇങ്ങനെ പറന്നുയരുന്ന പ്രതിഭാസങ്ങൾ വലിയ ചർച്ചാ വിഷയങ്ങളായി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാനുള്ള ആകാംക്ഷ ജനങ്ങൾക്ക് കൂടി വന്നു. എന്നാൽ ഗവൺമെന്റ് ആണെങ്കിൽ ഒന്നും പറയുന്നതുമില്ല. പക്ഷേ ജോൺ ഇടയ്ക്കിടയ്ക്ക് മേഡിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. അവൻ വളരെ തന്ത്രപരമായിട്ടാണ് അവളോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ അവസാനം അവന്റെ തന്ത്രത്തിൽ അവൾ വീണു. എല്ലാ കാര്യങ്ങളും അവൾ അവന് പറഞ്ഞുകൊടുത്തു. ഇതൊന്നും ആരോടും പറയരുതെന്നും മേഡി അവനോട് പറഞ്ഞു. അവൻ അതുകൊണ്ട് നേരെ മീഡിയയിലേക്ക് പോയി അവൾ പറഞ്ഞ എല്ലാം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ സത്യാവസ്ഥകളെല്ലാം അവസാനം ലോകം അറിയാനിടയായി. അതറിഞ്ഞ ഉടനെ ജനങ്ങളെല്ലാം സമരം ചെയ്യാൻ തുടങ്ങി. അതായത് സമരം ചെയ്താൽ അത് കണ്ട് പേടിച്ച് ചന്ദ്രൻ തിരിച്ചു പോകും എന്നാണ് ഈ പൊട്ടന്മാരുടെ വിചാരം. എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് മനസ്സിലായപ്പോൾ പ്രസിഡന്റ് തന്നെ ലൈവ് ടിവിയിലൂടെ എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞു. ഒപ്പം ഒരു സൊല്യൂഷനും മുന്നോട്ട് വെച്ചു. എന്താണെന്നാൽ എങ്ങനെ നോക്കിയാലും ചന്ദ്രൻ ഭൂമിയിൽ വന്ന് പതിക്കും. അങ്ങനെ പതിച്ചാൽ ലോകം മുഴുവൻ നശിക്കും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതിന് മുന്നേ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് ന്യൂക്ലിയർ വെപ്പൺസിനെ വെച്ച് നമ്മൾ ചന്ദ്രനെ മുഴുവൻ തകർത്തു കളയും. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂവെന്ന് പ്രസിഡന്റ് പറഞ്ഞു.
അതൊക്കെ കേട്ടപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷ തോന്നി. ശേഷം പറഞ്ഞതുപോലെ തന്നെ ലോകരാജ്യങ്ങളെല്ലാം ചന്ദ്രനിലേക്ക് ന്യൂക്ലിയർ വെപ്പൺസ് വിക്ഷേപിച്ചു. അതെല്ലാം ചെന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വീണ് വളരെ ഗംഭീരമായ വിസ്ഫോടനങ്ങൾ സംഭവിച്ചു. ആ വിസ്ഫോടനങ്ങളിൽ ചന്ദ്രൻ മുഴുവൻ പൊടിഞ്ഞു പോകുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതിയത്. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല. ചെറുതായിട്ടൊന്നും ഡാമേജ് പറ്റിയെന്നല്ലാതെ ചന്ദ്രൻ ഒരു കുലുക്കവുമില്ലാതെ ദൃഢമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ന്യൂക്ലിയർ വെപ്പൺസ് വലിയൊരു വിനയായി മാറുകയും ചെയ്തു. അതായത് നേരത്തെ കണക്കുകൂട്ടി നോക്കിയതനുസരിച്ച് ഇനിയും ഏതാണ്ട് 1 മാസത്തിനുള്ളിലാണ് ചന്ദ്രൻ വന്ന് ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കേണ്ടത്. എന്നാൽ ന്യൂക്ലിയർ വെപ്പൺസിന്റെ പൊട്ടിത്തെറിയുടെ ആഘാതം കാരണം ഇപ്പോൾ ചന്ദ്രന്റെ വേഗത കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വെറും 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് വന്ന് ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കും. അത് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞരും പ്രസിഡന്റുമൊക്കെ ആകെ തകർന്നുപോയി. ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്ത പ്രസിഡന്റിന് പോലും ഇപ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ല. ഇനി ഭൂമിയെ രക്ഷിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അലക്സും അവന്റെ ടീമും ഒരു വിഷയം കണ്ടുപിടിക്കുന്നത്. ആ വിഷയം അവർ പ്രസിഡന്റിനോട് അവതരിപ്പിക്കുകയും ചെയ്തു. അതെന്താണെന്നാൽ, ചന്ദ്രനിൽ വന്ന് പതിച്ച ബ്രൗൺ ഡ്വാർഫിന്റെ കല്ല് ഒരു പോസിറ്റീവ് ചാർജുള്ള വസ്തുവാണ്. പക്ഷേ നമ്മുടെ ചന്ദ്രന്റെ കോർ ആണെങ്കിൽ നെഗറ്റീവ് ചാർജുമാണ്. എപ്പോഴും നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി എത്ര വിചാരിച്ചാലും എന്തൊക്കെ ചെയ്താലും ആ കല്ലിനെ ചന്ദ്രന്റെ ഉള്ളിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. എന്നാൽ അതിന് നമ്മുടെ കയ്യിൽ ഒരു വഴിയുണ്ട്. അതിനുവേണ്ടി ന്യൂക്ലിയർ പവറിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ് നമുക്ക് വേണം. ആ ഡിവൈസ് ഉപയോഗിച്ച് ചന്ദ്രന്റെ കോറിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ചാർജിൽ ഇരിക്കുന്ന കോർ ഭാഗം പോസിറ്റീവായി മാറും. അപ്പോൾ ചന്ദ്രന്റെ കോറും ആ കല്ലും പോസിറ്റീവ് ചാർജാകും. പോസിറ്റീവും തമ്മിൽ ആകർഷിക്കുന്നതിന് പകരം വികർഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കല്ലിനെ ചന്ദ്രന്റെ കോറ് പുറത്തോട്ട് തള്ളിക്കളയും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്നാണ് അലക്സിന്റെയും ടീമിന്റെയും ഐഡിയ. പക്ഷെ അങ്ങനെ ചെയ്താലും ആ കല്ല് വീണ്ടും ഭൂമിയിൽ വന്ന് വീഴാനുള്ള സാധ്യതയില്ലേ എന്ന് പ്രസിഡന്റ് ചോദിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിക്കില്ല. കാരണം ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകലെ പോകുന്ന സമയത്തിലായിരിക്കും നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അത്രയും ദൂരത്തിലായിരിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വേഗത്തിൽ ഈ കല്ല് ഭൂമിയുടെ ഓർബിറ്റിൽ നിന്നും പുറത്തു പോകും. അങ്ങനെ പുറത്തു പോയാൽ അത് സൂര്യന്റെ ഗ്രാവിറ്റിയിൽ കുടുങ്ങുകയും പിന്നെ അത് സൂര്യന് ചുറ്റും വലം വയ്ക്കുകയും ചെയ്യും. അതിനുശേഷം അത് ഭൂമിക്കൊരു പ്രശ്നമേ ആയിരിക്കില്ലെന്ന് അലക്സ് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അവരുടെ പ്ലാൻ വളരെ നല്ലതാണെന്ന് പ്രസിഡന്റിന് തോന്നി. പക്ഷെ ഇതിലുള്ള പ്രശ്നം എന്താണെന്നാൽ, ഇതിവിടെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. ഇവിടെ നിന്നും ഒരു സംഘം ആസ്ട്രോണറ്റ്സ് ചന്ദ്രനിൽ പോയ ശേഷം അവിടെ വെച്ച് ഈ ഡിവൈസ് റെഡിയാക്കുകയും ശേഷം അവിടെ വെച്ച് തന്നെ മാനുവലി അതിനെ ഉപയോഗിച്ച് കോറിലേക്ക് പൾസ് കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഇതല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് എത്രയും വേഗം മിഷൻ തുടങ്ങാൻ പ്രസിഡന്റ് അനുവാദം കൊടുത്തു. റോളണ്ടും അലക്സും പിന്നെ മറ്റു ചില ആസ്ട്രോണറ്റ്സുമാണ് ഈ മിഷന് വേണ്ടി പോകുന്നത്. ഈ ദൗത്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ജനങ്ങൾ ശാന്തരാകുമെന്ന് തോന്നി എല്ലാം വാർത്തകളിലൂടെ അറിയിച്ചു. ആ ന്യൂസ് ടിവിയിലൂടെ കണ്ട മാർട്ടീന ചന്ദ്രനിലേക്ക് പോകുന്ന റോളണ്ട് തിരികെ വരുമോ ഇല്ലയോ എന്നോർത്ത് ആകെ വിഷമത്തിലായി. അതുകൊണ്ട് പോകുന്നതിന് മുന്നേ അവനെ ഒന്ന് കാണാമെന്ന് കരുതി അവൾ വേഗം അവനെ തേടിപ്പോയി. ഈ സമയം അങ്കിളും കുട്ടികളും കൂടെ എവിടെയെങ്കിലും ആഹാരം കിട്ടുമോ എന്നറിയാൻ റോഡിലൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ കുറെ ദൂരം നടന്നപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടു. ഉള്ളിൽ കയറി നോക്കിയപ്പോൾ അവിടെ ജെയ്ക്ക് എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാൾ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ആരും കയറാതെ കാവൽ ചെയ്യുകയാണ്. കുട്ടികൾ വന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദേഷ്യത്തിൽ അവരെ പിടിച്ച് പുറത്താക്കാൻ പോയി. അപ്പോൾ അങ്കിൾ വന്ന് കയ്യിലിരുന്ന വടി കൊണ്ട് ജെയ്ക്കിനെ ഒറ്റയടി. ഒരടിയിൽ തന്നെ അവൻ ബോധം കെട്ട് വീണു. എന്നാൽ പുള്ളിക്കാരൻ ഒരുപാട് വയസ്സായ ആളാണ്. അതുകൊണ്ട് ആ സമയത്തിൽ അങ്കിളിന് ഹാർട്ട് അറ്റാക്ക് വന്നു. കുട്ടികൾ രണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഉറക്കെ കരഞ്ഞു. നിർഭാഗ്യവശാൽ അന്ന് രാത്രി തന്നെ അങ്കിൾ മരിച്ചുപോയി. കുട്ടികളുടെ കരച്ചിൽ കണ്ടപ്പോൾ ജെയ്ക്കിനും വിഷമമായി. അതുകൊണ്ട് അവൻ കുട്ടികളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ഇവിടെ അലക്സ് വളരെ വിഷമത്തിലിരിക്കുകയാണ്. മാഡി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചന്ദ്രനിലേക്ക് പോകുന്ന ഞാൻ തിരികെ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പോകുന്നതിന് മുന്നേ എനിക്ക് എന്റെ മക്കളെ കാണണമെന്നുണ്ട്. പക്ഷേ അവരെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് അലക്സ് വിഷമിക്കുന്നത്. ശേഷം ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ റോക്കറ്റ് ലോഞ്ച് ചെയ്തു. അതിൽ മനുഷ്യരൊന്നുമില്ല. ദൗത്യത്തിന് ആവശ്യമുള്ള ഉപകരണങ്ങളും സാധനങ്ങളുമൊക്കെയാണ് അതിലുള്ളത്. അടുത്ത ദിവസം ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റിലാണ് ആസ്ട്രോണറ്റ്സ് പോകുന്നത്. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ റോളണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അവിടെ മാർട്ടീന എത്തി. അവനെ കണ്ടപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. കുറെ സംസാരിച്ച ശേഷം ഒരുപക്ഷെ ഇനി ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഇന്ന് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് റോളണ്ട് അവളോട് ചോദിച്ചു. അവസാനം അവൾ പണ്ട് പറഞ്ഞതുപോലെ ലോകം അവസാനിക്കുന്ന സമയത്തിലാണ് അവർക്ക് കല്യാണം നടക്കുന്നത്. ശേഷം അവർ രണ്ടുപേരും കൂടെ ചർച്ചിലേക്ക് പോയി കല്യാണം കഴിച്ചു. അടുത്ത ദിവസം രണ്ടാമത്തെ റോക്കറ്റ് ലോഞ്ച് ആകാറായി. മക്കളെ കാണാൻ പറ്റാത്തതിൽ അലക്സിന് ഭയങ്കര വിഷമമുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അവൻ അറിയില്ല.
ഈ സമയം പപ്പയുടെ പേര് അലക്സ് ആണെന്നും പപ്പ ഒരു ലബോറട്ടറിയിൽ ഉണ്ടെന്നും കുട്ടികൾ ജേക്കിനോട് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുമോ എന്നും കുട്ടികൾ ജേക്കിനോട് ചോദിച്ചു. അങ്ങനെ കുട്ടികളുടെ സമാധാനത്തിന് വേണ്ടി അവൻ അവരെ കൊണ്ടുപോയി. പക്ഷേ കുട്ടികൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ റോക്കറ്റ് ലോഞ്ചായി. എങ്കിലും കുട്ടികളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വീഡിയോ കോൾ വഴി അവരെ അലക്സിനെ കാണിച്ചു കൊടുത്തു. അലക്സിനെ കണ്ടതും കുട്ടികൾക്ക് സന്തോഷമായി. കുട്ടികളെ കണ്ട അലക്സിന് അതിനേക്കാൾ സന്തോഷം തോന്നി. നടന്ന സംഭവങ്ങളെല്ലാം കുട്ടികൾ അലക്സിനോട് പറഞ്ഞു. കുറെ സംസാരിച്ച ശേഷം നിന്റെ അനിയത്തിയെ നീ നോക്കിക്കൊള്ളണമെന്ന് മകനോട് പറഞ്ഞു. എന്നിട്ട് മാഡിയോട് ഇനി അവര് രണ്ടുപേരെയും നീ നോക്കിക്കൊള്ളണമെന്നും പറഞ്ഞു. കാരണം ഇനി അവൻ തിരിച്ചു വരില്ല എന്നവൻ അറിയാം. ശേഷം അവർ ചന്ദ്രനിലെത്തി. അവിടെ അവർ ഡിവൈസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നിർമ്മിച്ചു. പക്ഷെ അവർക്ക് ഉപരിതലത്തിൽ നിന്നുകൊണ്ട് കോറിനെ കാണാൻ കഴിയാത്തതിനാൽ കോറിനെ ടാർഗറ്റ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് അവർ കല്ല് വീണ കുഴിയിലേക്ക് പോയി. കാരണം ആ കുഴിയിൽ ഇറങ്ങിയാൽ മാത്രമേ അവർക്ക് കോറിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ടാർഗറ്റ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നിർമ്മിച്ച ഡിവൈസിൽ നിന്നും ഒരു മിസൈൽ ആ കുഴിയിലൂടെ കോറിലേക്ക് പോകും. മിസൈൽ പൊട്ടുമ്പോൾ പൾസ് ഉണ്ടായി കോർ പോസിറ്റീവ് ആകും. അതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ റോളണ്ടും വേറൊരു ആസ്ട്രോണറ്റും കൂടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി കുഴിയിലേക്ക് ഇറങ്ങി. ശക്തമായ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. അതിലൂടെയാണ് അവര് താഴോട്ട് ഇറങ്ങുന്നത്. എന്നാൽ കുറച്ചു ദൂരം താഴോട്ട് ഇറങ്ങിയപ്പോൾ ആ ചരട് പൊട്ടിപ്പോയി. അത് കാരണം അവർ താഴെ ഒരു തട്ടിൽ ക്രാഷ് ചെയ്തു. റോളണ്ട് കൃത്യമായും തട്ടിലാണ് വീണത്. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. എന്നാൽ കൂടെയുണ്ടായിരുന്ന ആസ്ട്രോണറ്റ് കുഴിയിലേക്ക് വീഴാൻ പോയി. അവൻ പെട്ടെന്ന് അവളെ പിടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കൈ സ്ലിപ്പായപ്പോൾ അവൾ നേരെ കുഴിയുടെ ആഴങ്ങളിലേക്ക് പോയി. നടക്കുന്നതെല്ലാം തന്നെ കൺട്രോൾ റൂമിലിരുന്ന് എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ മാർട്ടിനെയും അലക്സിന്റെ പിള്ളേരും മാഡിയും അങ്ങനെ എല്ലാവരുമുണ്ട്. ചരട് പൊട്ടിയതിനാൽ ഇനി റോളണ്ടിന് മുകളിലേക്ക് പോകാൻ കഴിയില്ല. എങ്കിലും അവൻ വളരെ വേഗം തന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്തു. ഉടനെ മിസൈൽ ലോഞ്ചായി കോറിലേക്ക് പോകാൻ തുടങ്ങി. മിസൈൽ കോറിലെത്തി ചാർജ് മാറിയ ഉടനെ കല്ല് വളരെ വേഗത്തിൽ ചന്ദ്രനിൽ നിന്നും പുറന്തള്ളപ്പെടും. ആ ശക്തിയിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്തിൽ ചന്ദ്രനിൽ നിന്നാൽ മരണം ഉറപ്പാണ്. ചരട് കട്ടായി പോയതുകൊണ്ട് എന്തായാലും ഇനി റോളണ്ടിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി ബാക്കിയുള്ളവർ ചന്ദ്രനിൽ നിന്നും സ്പേസ് ക്രാഫ്റ്റിൽ കയറി രക്ഷപ്പെട്ടു. ഇനി രക്ഷയില്ലെന്ന് റോളണ്ടിനും മനസ്സിലായി. അതുകൊണ്ട് അവൻ മരണത്തെ ഏറ്റുവാങ്ങാൻ തയ്യാറായി. എന്നിട്ട് നിലത്തിൽ ഒരു ഹാർട്ടിന്റെ ആകൃതിയിൽ പടം വരച്ച് ഞാൻ നിന്നെയും കുഞ്ഞിനെയും ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന രീതിയിൽ അവൻ മാർട്ടിനയ്ക്ക് ഒരു മെസ്സേജ് നൽകി. അത് കണ്ട മാർട്ടിന സങ്കടമടക്കാൻ കഴിയാതെ കരയാൻ തുടങ്ങി. മരിക്കുന്ന നേരത്തിൽ പോലും ഞാൻ നിന്നെ ആയിരിക്കും ഓർക്കുന്നതെന്ന് പണ്ടൊരിക്കൽ അവൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് മാർട്ടിന അപ്പോൾ ഓർമ്മിച്ചത്. അവസാനം മിസൈൽ കോറിൽ ചെന്ന് കോറിന്റെ ചാർജ് മാറ്റി. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ വലിയൊരു വിസ്ഫോടനത്തോടെ ബ്രൗൺ ഡ്വാർഫിന്റെ കല്ല് പുറന്തള്ളപ്പെട്ടു. അങ്ങനെ പുറത്തു വരുന്ന സമയത്തിൽ പൊട്ടിത്തെറിയുടെ ആഘാതം കാരണം ചന്ദ്രൻ രണ്ടായിട്ട് പിളർന്നുപോയി. അലക്സും ടീമും രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പൊട്ടിത്തെറിയുടെ ആഘാതം അവരെയും വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ മൊത്തം കണക്ഷനും കട്ടായി പോയി. കൺട്രോൾ റൂമിലുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ പുറത്തു വന്ന് ആകാശത്തിലേക്ക് നോക്കി. അപ്പോൾ ചന്ദ്രൻ രണ്ടായിട്ട് പിളർന്നു നിൽക്കുന്ന ഭയാനകമായ ദൃശ്യമാണ് അവർ കാണുന്നത്. മിഷൻ പരാജയപ്പെട്ടുവെന്നും ചന്ദ്രൻ ഭൂമിയിലേക്ക് പിളർന്നു വീഴാൻ തുടങ്ങുകയും ചെയ്തുവെന്നാണ് അവർ കരുതിയത്. എന്നാൽ അപ്പോഴാണ് കൺട്രോൾ റൂമിനൊരു സന്ദേശം വരുന്നത്. അത് അലക്സും ടീമുമായിരുന്നു. മിഷൻ സക്സസ്ഫുൾ ആയെന്നും കല്ല് ചന്ദ്രനിൽ നിന്നും തെറിച്ചുപോയി അതിപ്പോൾ സൂര്യനെ ഓർബിറ്റ് ചെയ്യുകയാണെന്നും സന്തോഷത്തോടെ അലക്സ് അറിയിച്ചു. അത് കേട്ടതും എല്ലാവരും ആഹ്ലാദിച്ചു. അലക്സ് ജീവനോടെയുണ്ടെന്നറിഞ്ഞതും മാഡിക്കും മക്കൾക്കും സമാധാനമായി. ശേഷം നമ്മൾ രക്ഷപ്പെട്ടുവെന്നും ഇനി ഒന്നും തന്നെ പേടിക്കാനില്ലെന്നും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ പ്രസിഡന്റ് ജനങ്ങളെ വാർത്തയിലൂടെ അറിയിച്ചു. ശേഷം സ്പേസിൽ നിന്നും വന്നിറങ്ങിയ അലക്സിനെ രണ്ട് പിള്ളേരും കൂടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. മാഡിയും പിള്ളർക്കൊപ്പം ഉണ്ടായിരുന്നു. ഒടുവിൽ അലക്സും കുട്ടികളും മാഡിയും കൂടെ കാറിൽ കയറുന്നതിന് തൊട്ടു മുന്നേ അലക്സ് ഒന്ന് ചന്ദ്രനിലേക്ക് നോക്കി. ചന്ദ്രൻ ഇപ്പോൾ രണ്ട് കഷ്ണങ്ങളായിട്ട് കിടക്കുകയാണ്. പക്ഷെ അതിപ്പോൾ പഴയ സ്ഥാനത്തിൽ എത്തിയിട്ടുണ്ട്. പണ്ട് ഒന്നായിട്ട് കിടന്ന ചന്ദ്രനെ ഇനി നമുക്ക് രണ്ടായിട്ട് കാണാം. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ രണ്ട് കഷ്ണങ്ങളായ ചന്ദ്രനെ കാണിക്കുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.